നൻപികളെ നമ്മുടെ ഒരു വ്യൂവർ കമന്റിലൂടെ പറഞ്ഞൊരു കാര്യമായിരുന്നു. അതായത് പാലക്കാട് ആ ഒരു പെൺകുട്ടി ആർമിക്കാരൻ ചതിച്ചു എന്ന കാരണത്താൽ സൂയിസൈഡ് ചെയ്ത ആ ഒരു ഇഷ്യൂ റിയാക്ട് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത്തരം മരണം റിലേറ്റഡ് കണ്ടന്റ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ആഡ് സൂട്ടബിലിറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ കണ്ടന്റ്സ് എടുക്കുമ്പോൾ അതിനകത്തും ഈ സെയിം ആഡ് സൂട്ടബിലിറ്റി വരുന്ന കാരണമായിട്ട് ഇത്തരം കണ്ടന്റ്സ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡാക്കി വെച്ചേക്കുമായിരുന്നു. അത് മാത്രമല്ല അത്ര വലിയ റീച്ച് വാല്യൂ ഉള്ള വിഷയമല്ല ഇത്. പക്ഷേ എന്നിരുന്നാലും ഞാനാണെങ്കിൽ ഈ ഒരു വിഷയത്തിലാണെങ്കിൽ കുറേ ന്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടു നോക്കി. പക്ഷേ അതിനകത്ത് എവിടെ നമുക്ക് അധികം സസ്പീഷ്യസ് ആയിട്ട് തോന്നാനും മാത്രമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു കമന്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കാം. സോ ഇതിനകത്ത് നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും ഞാൻ ആ ഒരു ന്യൂസ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. +2 പഠിക്കുന്ന കാലം മുതൽ തുടങ്ങിയ പ്രണയം വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കാൻ വരെ തീരുമാനിക്കുന്നു. എന്നാൽ സൈന്യത്തിൽ ജോലി ലഭിച്ചതോടെ പ്രണയത്തിൽ നിന്നും പിന്മാറ്റം. താൻ പ്രാണനതുല്യം സ്നേഹിച്ച രാഹുലിനെ നഷ്ടമാകുന്നത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി ഗ്രീഷ്മയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കോളേജ് വിദ്യാർത്ഥിനി ഗ്രീഷ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തിനെതിരെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവം +2 മുതലുള്ള ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പാണ്. ഇതിനുശേഷം ഇവനാണെങ്കിൽ ആർമിയിൽ ജോലി കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അവൻ്റെ ഒരു ജോലി സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ഒരുപക്ഷെ അവൻ്റെ ഒരു സ്റ്റാറ്റസിന് കുറവായിട്ട് ഒരുപക്ഷെ ഈ പെൺകുട്ടിയെ തോന്നിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ വേണ്ടാന്ന് തോന്നിയത്, അല്ലെങ്കിൽ ഇവൻ ഒരു പ്രണയത്തിലെ മടുപ്പ് തോന്നിയത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് ഇവനൊരു ബന്ധത്തിലായതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഓക്കെ, എന്തായാലും ഇതിനെക്കുറിച്ചിട്ടാണ് ഈ പെൺകുട്ടിയുടെ ആണെങ്കിൽ അനിയൻ പറയുന്ന കാര്യങ്ങൾ. അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. കുട്ടിയായിരിക്കും സമ്മതമായിരുന്നു, ഉറപ്പിച്ചു കൊടുക്കുക, കടിച്ചു കൊടുക്കുക എന്നുള്ള രീതി എല്ലാവരും രണ്ട് വീട്ടുകാർക്ക് സമ്മതമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അവനെ 1 മാസം മുമ്പ് അവനെ ആർമിയിൽ ജോലി കിട്ടി. അതിനുശേഷം ഇവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. അതിന് മുമ്പ് ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ കറങ്ങാൻ പോയി. ഇവളുടെ ഫോണിലുള്ള ഫോട്ടോസും അവൻ്റെ വാട്സപ്പ് ചാറ്റിങ്, അവൻ്റെ നമ്പർ ഉൾപ്പെടെ എല്ലാം അവൻ ഡിലീറ്റ് ആക്കി. അതിനുശേഷമാണ് നമുക്ക് ഈ ബന്ധം നിർത്താമെന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത്. ഈ ബന്ധം നിർത്താൻ ഉള്ള ഒരു സിറ്റുവേഷനിൽ എത്തിയ ആ ഒരു ടൈമിലാണ് ഇവർ ഈ പറയുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഇവൻ ആ ഒരു പിരിയാമെന്ന് പറയുന്നതിന് മുന്നെയാണ് ഈ പയ്യൻ പറയുന്നത് പ്രകാരം ഇതെല്ലാം ഡിലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു എന്തായാലും ഇനിയൊരു റിലേഷൻ ഉണ്ടാകുമ്പോൾ അയാളുടെ അടുത്ത് എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് മുന്നേ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുക തന്നെ ചെയ്യും. അവിടെ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൈവസി ഉണ്ടായിരുന്നെന്നും അവിടെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രൈവറ്റുള്ള ചാറ്റ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഡിലീറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത്ര പ്രശ്നമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. അതല്ല, ഇപ്പം ഈ ഒരു സാധനം നമുക്ക് പിരിയാമെന്ന് പറഞ്ഞതിന് ശേഷം ഈ ഒരു സാധനം അല്ലെങ്കിൽ മ്യൂച്വലി ചെയ്യുന്നൊരു കാര്യം കുറച്ചുകൂടെ നല്ലതായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സാധനം ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം, അതായത് ഇപ്പം ഓൾറെഡി പിരിയാമെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ വേദന, അല്ലെങ്കിൽ ഇവൻ നമ്മളെ ചതിക്കുകയാണോ അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് നമ്മുടെ അടുത്ത് തന്നെ ആ ഒരു ഓപ്പണായിട്ട് പറയാതെ ആ ഒരു ഫീൽ കൂടെ എക്സ്ട്രാ ഡോസിൽ നമുക്ക് ആ ഒരു വേദന ഉണ്ടായിരിക്കും. അത് തന്നെ ആയിരിക്കും ഒരു പെൺകുട്ടിക്കും തോന്നിയിട്ടുണ്ടാവുക. ബന്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞെങ്കിലും ഗ്രീഷ്മ സമ്മതിക്കാനതോടെ ഇപ്പോൾ തനിക്ക് മറ്റൊരു കുട്ടിയുമായി അടുപ്പമുണ്ടെന്നും ഗ്രീഷ്മയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും രാഹുൽ പറഞ്ഞിരുന്നെന്നും കുടുംബം പറയുന്നു. ഗ്രീഷ്മ സുഹൃത്തിനയച്ച അവസാനത്തെ വാട്സ്ആപ്പ് മെസ്സേജിലും ഇത് വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് അത്രത്തോളം ആത്മാർത്ഥമായിട്ട് അവനെ സ്നേഹിച്ചതുകൊണ്ട് അവനെ പിരിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് അവൻ പിരിയാമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ആ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുമാറാൻ നിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവനും ഒരുപക്ഷെ ഇറക്കിയേക്കുന്ന ഈ ഒരു ടാസ്ക് ഒരുപക്ഷെ ശരിക്കും ഒരു ബന്ധം ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ ഒരു പെൺകുട്ടി വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു സുഹൃത്തിന് അയച്ചേക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോടെ ഞാൻ ഇങ്ങോട്ട് വായിക്കാം. എല്ലാവരുടെയും മുന്നിൽ ഞാൻ തെറ്റുകാരി, ഇതിനെല്ലാം അവൻ തന്നെയാണ് കാരണം. എൻ്റെ നെഞ്ചത്ത് തല്ലിയിട്ട് ഞാൻ പറയുക അവളോടൊപ്പം അവൻ ജീവിക്കണ്ട. ഓക്കെ, അപ്പം വേറൊരു പെണ്ണിൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക്, കാര്യം വേറൊരാളോട് അവൻ ജീവിക്കണം. അത്ര രീതിയിൽ ആ പെൺകുട്ടിയുടെ ആ ഒരു മാനസികാവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രണയമെന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കിന് ഈ ലോകമെന്ന് പറയുന്നത് നമ്മുടെ ഒരാളിലോട്ട് മാത്രം ചുരുങ്ങും, നമ്മൾ ആ സ്നേഹിക്കുന്ന ഒരാളിലോട്ട് മാത്രം. പിന്നീട് ആ ഒരാൾ നമ്മളെ വേണ്ടാന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ലോകം തന്നെ അവസാനിച്ചെന്ന് തോന്നും. ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് ഏത് രീതിയിൽ പോകുന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും, നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ അപ്പുറമായിരിക്കും നമ്മൾ ആ ഒരു ടൈമിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ. ഈ പറയുന്ന പോലെ സൂയിസൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ അവളിനി അവൻ്റെ കൂടെ ജീവിക്കേണ്ട എന്നുള്ള സാധനം പറയുമ്പോൾ ഒരുപക്ഷെ ആ ഒരു പെൺകുട്ടിയെ എന്തെങ്കിലും അപായപ്പെടുത്താം, അങ്ങനത്തെ ചിന്തകൾ വരെ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് തോന്നിപ്പോകാം. ശനിയാഴ്ചയാണ് പയ്യന്നൂർ അടക്കപ്പാറയിൽ ഗ്രീഷ്മയെ തൂങ്ങി മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തായിരുന്നു ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. ഈ ആത്മഹത്യ ചെയ്യുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഗ്രീഷ്മ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു. തന്നെ കാമുകൻ ഏറെ കാലമായി ഞങ്ങൾ ബന്ധത്തിലായിരുന്നു, പക്ഷേ ഈ കാമുകന് ജോലി കിട്ടിയ ശേഷം താനുമായുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഫോൺ പോലും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇതിലൊരു നടപടി വേണം, കാമുകനെ വിളിച്ച് സംസാരിക്കണമെന്നായിരുന്നു ആവശ്യം. അതനുസരിച്ച് കൊല്ലങ്കോട് പോലീസ് ഈ പെൺകുട്ടിക്ക് ഉറപ്പ് നൽകി ഞങ്ങൾ കാമുകനുമായി സംസാരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിന് തൊട്ട് പിറ്റേ ദിവസമാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്ത നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തത്. ഇതേ തുടർന്നാണ് പരാതിയുമായി ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം എത്തിയിരിക്കുന്നത്. അല്ല, ഈ ഒരു കാര്യത്തിൽ ആ ഒരു പയ്യന്റെ ഭാഗത്ത് നമ്മൾ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇവൻ കാരണമാണല്ലോ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇവനെ ഓർത്തിട്ടാണെങ്കിൽ ആ ഒരു മാനസിക വിഷമത്തിലാണല്ലോ മരണപ്പെട്ടതെന്ന് ഓർത്തിട്ട് അവനോട് നമുക്ക് ആ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ നമ്മൾ വെളിയിൽ നിന്ന് നോക്കുന്ന ടൈമിൽ
അവൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ തെറ്റായിട്ട് നമ്മളിപ്പം പലരും ഈ ഒരു കമൻറ്റ് ബോക്സിൽ പലരും ആൾക്കാർ പറഞ്ഞേക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പെൺകുട്ടി പറഞ്ഞാൽ മാത്രമേ ഒരു നോ ആവുകയുള്ളൂ. ഒരു ആൺകുട്ടി പറയുന്ന ഒരു നോയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടേ? ഈ പറയുന്ന പോലെ ഒരു ആൺകുട്ടി പറയുന്നത് ഒരിക്കലും ഒരു നോ അല്ലാതാവുകയും അതൊരു ചതിയാവുകയും ഒരു പെൺകുട്ടി നോ എന്ന് പറയുമ്പോൾ ആ ഒരു പെൺകുട്ടീനെ ബ്രേവ് എന്ന് വിളിക്കുകയും ചെയ്യുന്ന ആ ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല. ആ പയ്യൻ കൃത്യമായിട്ട് പറഞ്ഞു നമുക്ക് ഈ ഒരു ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഒരു പെൺകുട്ടിക്ക് അത്രയും സ്നേഹമുള്ളത് കാരണം ആ കുട്ടി വിട്ടുമാറാത്തത് കൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു റിലേഷൻ ഉണ്ട് അങ്ങനെ വരെ അവൻ പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇതിനകത്തൊരു ചതി എന്ന് പറയുന്നൊരു സംഭവം അവൻ്റെ ഭാഗത്ത് സ്റ്റാറ്റസിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ബന്ധത്തിൻ്റെ പേരിലോ എന്തും ആയിക്കോട്ടെ, അവൻ എങ്ങനെയുള്ള ഒരു ഫ്രോഡോ ഉടായിപ്പോ ആയിക്കോട്ടെ, പക്ഷെ അവൻ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറാന്നുള്ളത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അവൻ പറഞ്ഞതാണ്. സോ ആ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നഷ്ടം ആ ഒരു പെൺകുട്ടിക്കും ആ പെൺകുട്ടിക്ക് വേണ്ടപ്പെട്ട ആ പെൺകുട്ടിയുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫ്രണ്ട്സിനും ഒക്കെ മാത്രമാണ് ആ ഒരു നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ജീവനൊടുക്കിയതിന് പിന്നാലെ വിഷമം അറിയിച്ച് രാഹുൽ സമൂഹ മാധ്യമത്തിൽ സ്റ്റോറി ഇട്ടെങ്കിലും ഗ്രീഷ്മയുടെ കുടുംബം കണ്ടതോടെ ഡിലീറ്റ് ആക്കി. അവനൊരു പക്ഷേ ആ ഒരു ടൈമിൽ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടായിരിക്കും. കാര്യം ഞാൻ കാരണമല്ലേ മരണപ്പെട്ടത്, അല്ലെങ്കിൽ പിന്നീട് അവരുടെ ആ ഒരു ഫാമിലി ഇത് കാണുമ്പോൾ എന്ത് തോന്നി ആ ഒരു റിഗ്രറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടായിരിക്കാം. പിന്നീട് ഇനി ഈ പെൺകുട്ടിയുടെ തന്നെ ബ്രദർ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. എൻ്റെ പെങ്ങൾക്ക് നീതി കിട്ടണം. എൻ്റെ പെങ്ങളെ പറഞ്ഞു പറ്റിച്ചവൻ അവൻ എന്തായാലും ആ ജോലിയിൽ അവർ സുഖം നിൽക്കാൻ പറ്റില്ല. അവനെ ഈ ജോലി അർഹതപ്പെട്ടതല്ല. ഒരു ആർമി ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം, പക്ഷെ അവൻ ഇത് അർഹതയില്ല. ഒരു പെൺകുട്ടിനെ പറഞ്ഞു പറ്റിച്ചിട്ട് അവളിപ്പോൾ ഇല്ല ഞങ്ങളുടെ കൂടെ. അവൾ അവസാനമായിട്ട് പറഞ്ഞ വാക്കുന്നത് തന്നെ അവനെ ജോലി കിട്ടാൻ പറ്റില്ല എന്ന്. സ്വന്തം സഹോദരി മരിക്കുന്ന ആ ഒരു വിഷമത്തിലാണ് ഇപ്പം ഈ ഒരു സഹോദരൻ സംസാരിക്കുന്നത്. ഈ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും ഈ പറയുന്ന അവനെ കൊല്ലണമെന്നോ അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പയ്യൻ്റെ ആ ഒരു വിഷമത്തിൽ നമ്മൾ ആ ഒരു സങ്കടത്തിൽ നമ്മൾ പങ്കുചേരുന്നു. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ജോലി കളയണം എന്നൊക്കെ ആ ഒരു സഹോദരി പറഞ്ഞെന്ന് പറയുമ്പോഴും ഞാനിപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ആ ഒരു പ്രണയം നഷ്ടപ്പെടുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ചിന്തകൾ ഏത് രീതിയിലും പോകാം, ഏതൊക്കെ അവസ്ഥയിലും പോകാം. നമുക്ക് ഒരാളെ തെറ്റ് പറയാൻ പറ്റൂല. കാര്യം നമ്മുടെ ഒരു പ്രണയം ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ്. ഇനി ഇപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പം അതിൽ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായിട്ടുള്ളൊരു ചതിവ് ഉണ്ട്. ആ ഒരു ടൈമിൽ, അതായത് പിന്നീട് പെൺകുട്ടി എനിക്ക് ഒരു റിലേഷൻ ആയിരുന്നു. ആ ടൈമിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന നമുക്ക് ആദ്യമൊക്കെ ആണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ആ ഒരു ചതിവ് നമുക്ക് മനസ്സിലായ ടൈമിൽ എനിക്കൊരു ദേഷ്യ കാര്യങ്ങളൊക്കെ തോന്നി. പിന്നീട് ഞാൻ ആലോചിച്ചു എന്തിനാണ് ആ ഒരു ദേഷ്യം, അല്ലെങ്കിൽ അവൾ ആ ഒരു ചെയ്ത കാര്യത്തിൽ അവളോട് അല്ലെങ്കിൽ അവളുടെ പുതിയതായിട്ട് വന്നാക്കുന്ന ആ ഒരു റിലേഷനൊക്കെ ഇല്ലാണ്ടാക്കാനും ഒക്കെ രീതിയിൽ എനിക്ക് പറയാനും അല്ലെങ്കിൽ ചെയ്യാനും പറ്റുമായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചൊരു സാധനം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവളോട് ദേഷ്യം തീർക്കാൻ എനിക്ക് അങ്ങനെയൊക്കെ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ചിന്തകൾ പോകും. ആ ടൈമിൽ പിന്നെ ഞാൻ ആലോചിച്ചൊരു സാധനം എന്ന് വെച്ചാൽ, അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ അത്രയും നാൾ കാണിച്ച ഒരു പ്രണയത്തിൽ എങ്ങനെയാണ് ഒരു ആത്മാർത്ഥത ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ പ്രണയമെന്ന് വിളിക്കുക. അപ്പം ഞാൻ ഒരിക്കലും ആ ഒരു പെൺകുട്ടിനെ പ്രണയിച്ചിട്ടില്ല. ഞാൻ പ്രണയിച്ച് ആ ഒരു പ്രണയത്തിൽ നിന്നും ആ ഒരു പെൺകുട്ടിയായിട്ട് നമ്മളിപ്പോൾ വിട്ടുമാറിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബന്ധം ബ്രേക്ക് ആയതിനു ശേഷം ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ദേഷ്യം കാരണം അവളോട് എന്തെങ്കിലും ഒരു അവക്കൊരു മോശമായിട്ട് സംഭവിക്കണം എന്നുള്ള രീതിയിൽ ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അത്രയും നാൾ അവളുടെ അടുത്ത് പ്രണയം എന്ന പേരിൽ അഭിനയിക്കുകയായിരുന്നില്ലേ, അല്ലെങ്കിൽ ഒരു കളവ് കാണിക്കുകയായിരുന്നില്ലേ? അതിനെ എങ്ങനെയാണ് എനിക്ക് പ്രണയം എന്ന് വിളിക്കാൻ പറ്റുക? ഈ ഒരു കേസിലാണെങ്കിൽ ആ പയ്യനാണെങ്കിലും ഈ പെൺകുട്ടിയുടെ അടുത്ത് ഈ പറയുന്ന വാക്ക് ഞാൻ ജീവിതകാലം മൊത്തം നിൽക്കാമെന്ന് പറഞ്ഞൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്കറിയില്ല. ബട്ട് അവനാണെങ്കിൽ ഒരു നോ പറഞ്ഞു, അത് മാറിയാണ് അവൻ ചെയ്തിട്ടുള്ളത്. ആ പറയുന്ന നോ നമ്മുടെ ഭാഗത്തുനിന്ന് ആരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു പെൺകുട്ടിക്കാണെങ്കിലും വന്നത് നഷ്ടം തന്നെയാണ്. ആ ഒരു പെൺകുട്ടി ഇനി എത്രയോ ജീവിതം ഉണ്ടായിരുന്നു. അതല്ല അവൻ ഈ പറഞ്ഞ സമയം എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുന്ന ടൈമിൽ നീ പോടാ പുല്ലേ, എനിക്ക് ഇവിടെ വേറെ ആൺപിള്ളേരെ കിട്ടാഞ്ഞിട്ടാണോ എന്നൊരു ഡയലോഗ് ചോദിച്ചാൽ തീരാവുന്ന മാത്രം പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ ആ പെൺകുട്ടിക്ക് പറയാൻ പറ്റാത്തത് അത്രത്തോളം ആ ഒരു പയ്യനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതുകൊണ്ടായിരിക്കും. ജോലി കിട്ടിയതിനു ശേഷമാണ് അകന്ന് പോയത്. ജോലി കിട്ടിയത് അവൻ്റെ അമ്മനേക്കാളും സന്തോഷിച്ചത് ഇവളാണ്. അവന് ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇവളാണ്. ഇവിടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജോലി കിട്ടി, വീട്ടുകാരൊക്കെ സമ്മതിക്കും, എല്ലാ രീതിയിലും നമുക്ക് ഒരു എതിർപ്പ് അത്ര ഇല്ലായിരുന്നു. നമ്മളെല്ലാത്തിനും കൂടെ തന്നെ നിന്നിട്ടുള്ളൂ. പക്ഷേ അവൻ്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം, അമ്മയ്ക്ക് തൊട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ അവസാനം ആ അമ്മയടക്കം ഒരു പെൺകുട്ടിയില്ല, ആ അമ്മയൊരു പെൺകുട്ടിയില്ല. ആ അമ്മയ്ക്ക് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇതുപോലെ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണ് ആ കുടുംബത്തിൽ ഇങ്ങനെ ചെയ്തിട്ട് അവർ വെറുതെ വിടുവോ? എൻ്റെ പെങ്ങൾ അവസാനമായിട്ട് ആ ഓരോ കയർ മുറുകുമ്പോഴും അവൾ ആഗ്രഹിച്ചത് അവൻ്റെ ജോലി കളയുന്നതാണ്. ഇതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മളിപ്പോൾ ഒരു പ്രണയത്തിൽ നിന്ന് വിട്ടുമാറുന്ന ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രണയം നമുക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ആ ഒരു ഓപ്പോസിറ്റ് പാർട്ട്ണറിൻ്റെ അടുത്ത് നമുക്കൊരു ദേഷ്യം സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അയാൾക്കൊരു മോശമായിട്ട് ജീവിതത്തിൽ നമ്മൾ കാരണം സംഭവിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അത്രയും നാളും അവരോട് പ്രണയമാണ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചിരുന്ന സാധനം സത്യത്തിൽ നമ്മൾ കളവായിട്ട് അവരുടെ മുന്നിൽ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, കാര്യം നമ്മൾ ആ ഒരു പ്രണയമെന്ന് വിളിക്കുന്ന ആ ഒരു സാധനത്തോട് നമ്മൾ എന്താ ആത്മാർത്ഥത ആ ഒരു വാക്കിനോട് തന്നെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ആ ഒരു മരണപ്പെട്ട ആ ഒരു കുട്ടീനെ മോശമായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നതല്ല, ബട്ട് ആ ഒരു പയ്യൻ പറഞ്ഞേക്കുന്ന ആ ഒരു നോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അവൻ എത്ര ഉടായിപ്പോ ഫ്രോഡോ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഞാൻ ഈ പറയുന്ന ആരെയും വേദനിപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല, ആ ഒരു കുട്ടീനെ അങ്ങനെ മോശമായിട്ട് പറയുന്നതൊന്നുമല്ല.
ബട്ട് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് ഞാൻ പറയാണ്, നമ്മളൊരു പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രണയത്തിൽ ഭയങ്കര അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ആ ഒരു സെൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളൊരു പ്രണയം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരാളുടെ അടുത്ത് പിന്നീട് നമുക്ക് ഒരു ദേഷ്യം തോന്നുന്നത്, അല്ലെങ്കിൽ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അയാൾക്ക് മോശമായിട്ട് സംഭവിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത്, നമ്മുടെ ആ ഒരു പ്രണയത്തിനെ പ്രണയമെന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ആ ഒരു പയ്യനാണെങ്കിലും ആ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലോട്ട് പോകുമെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇത്രയും വർഷത്തിലുള്ള പ്രണയമല്ലേ, ആ ഒരു പെൺകുട്ടി ഞാനില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരുപക്ഷെ അവനും ചിന്തിക്കാമായിരുന്നു. അവനും അത് ചെയ്തിട്ടില്ല ഇല്ലേ. ആ ഒരു പെൺകുട്ടിയെ മരണത്തിലോട്ട് തള്ളി വിട്ടിട്ട് അവനെ പൂർണ്ണമായിട്ട് ഞാൻ അങ്ങനെ കുറ്റം പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് എങ്ങനെയാണ് അവനെ കുറ്റം പറയാൻ പറ്റുക? അവൻ ഒരു നോ പറഞ്ഞ് അവൻ മാറിയതാണ്. പിന്നീട് ആ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചപ്പോൾ നഷ്ടം ആ കുട്ടിക്ക് വേണ്ടപ്പെട്ടവർക്കും മാത്രമാണ്. സോ ഞാൻ നിങ്ങളടുത്തും പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ ഒരു പാർട്ണർ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല പല കാരണങ്ങളുണ്ടായിരിക്കും. മോസ്റ്റ് കേസസിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രണയത്തിൻ്റെ ഒരു നീണ്ട കാലത്തെ റിലേഷൻ ആകുമ്പോഴത്തേക്കിന് ഈ മടുപ്പെന്ന വികാരം തോന്നുമ്പോഴത്തേക്കിന് പിന്നെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്താലും നമുക്ക് ആ ഒരു ദേഷ്യം, ഒരു ഇറിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നി ഒരു വെറുപ്പായി മാറി പിന്നീട് നമുക്ക് ഈ ഒരു ബന്ധത്തിന് വെളി വരണമെന്ന് പല ആൾക്കാർക്കും തോന്നും. ചില ആളുകൾക്ക് പണം, സൗന്ദര്യം, ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റസ്, അങ്ങനത്തെ പല ഘടകങ്ങളോട് ഇതിനകത്ത് വരും. അങ്ങനെയൊക്കെ മാറുന്ന ടൈമിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരാൾ പോകണം എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബൈ പറഞ്ഞ് വിടുക. ഈ ലോകം ആ ഒരാളെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളൊരു റിയാലിറ്റിയിലോട്ട് നമ്മൾ എത്തേണ്ടതാണ്. ഓക്കെ, അങ്ങനെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമല്ല. അതല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് ലോകം മൊത്തം ഇല്ലാണ്ടായി അങ്ങനത്തെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുമ്പോഴത്തേക്കിന് ഈ ആത്മഹത്യ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഇങ്ങനത്തെ ചിന്തകളൊക്കെ നിങ്ങൾക്ക് വരാം. ആ ഒരു ടൈമിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാണ്ടിരിക്കുക ദയവ് ചെയ്തിട്ട്. ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഇത്തരം നമുക്ക് വേണ്ടാത്ത ചിന്തകൾ തോന്നുന്നത്. ആ ഒരു ടൈമിൽ എവിടോട്ടെങ്കിലും നിങ്ങൾ ഇറങ്ങി പോവുക, ആരോടെങ്കിലും ആയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, വെറുതെ എവിടെയെങ്കിലും എൻഗേജ്ഡ് ആവുക. ഈ ഒരു സാധനം ഈ നിമിഷവും കടന്നു പോകുക. കാര്യം നമ്മുടെ ഈ ലോകം ഇനി ഇങ്ങനെ മുന്നോട്ട് കിടക്കുകയാണ്. നമുക്ക് ഒരുപാട് ജീവിതം മുന്നോട്ട് കിടപ്പുണ്ട്. സോ ഇത്തരം കാര്യങ്ങളിൽ ഒരാളൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നോയെ അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരും പഠിക്കുക. ഈ ഒരു അവസ്ഥ ഇനിയൊരു പെൺകുട്ടിക്ക് ഉണ്ടാവാണ്ടിരിക്കട്ടെ. അല്ലെങ്കിൽ ആ ഒരു പയ്യനെ നമുക്ക് അങ്ങനെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല, ഈ പെൺകുട്ടിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പ്രണയമാണ്. ഒരാൾക്ക് ആ ഒരു പ്രണയത്തിൽ നിന്ന് വിട്ടുമാറി അത് താങ്ങാനാവാതെ ആ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചു പോയിരിക്കുന്ന ഒരു കേസാണ്. എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് നല്ലൊരു അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.